ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയിട്ടോ. ഒരു കുഞ്ഞു മൊബൈൽ വെർട്ടിക്കൽ ഗാർഡൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇതിനു മുമ്പ് ഇട്ട മൊബൈൽ വെർട്ടിക്കൽ ഗാർഡൻ്റെ വീഡിയോ. അന്ന് ഒരുപാട് പേര് ചോദിച്ചതാണ് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ അതേ മൊബൈൽ വെർട്ടിക്കൽ ഗാർഡൻ തന്നെയാണ് ഇതും. പക്ഷേ പ്ലാന്റൊക്കെ നമ്മൾ റീഅറേഞ്ച് ചെയ്താണ്, റീപോർട്ടിങ് ചെയ്താണ്, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ടോപ്പ് പൊസിഷനിൽ നമ്മൾ വെച്ചത് റൂബി ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല പർപ്പിൾ നിറത്തിലുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നും കേട്ടോ. ഇതിൽ ഫസ്റ്റ് ലെയറിൽ നമ്മൾ വെച്ചത് ടേർട്ടിൽ വൈൻ ആണ്. ഓൾമോസ്റ്റ് ഒരു 12 പോട്ടൊക്കെ കേട്ടോ നമ്മൾ വെച്ചത്. അത് നമ്മൾ എത്ര ഗ്യാപ്പ് എടുക്കുന്ന അതിനനുസരിച്ച് നമുക്ക് പോട്ടിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മാക്സിമം ഇതിൽ 12 എണ്ണമാണ് കേട്ടോ പോകുന്നത്. കൊറോണ സമയത്ത് ട്രെൻഡിങ്ങിൽ വന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത്. കൊറോണ കഴിഞ്ഞതോടുകൂടി എല്ലാവരും പ്ലാന്റിനോടുള്ള ഇഷ്ടമൊക്കെ ഉപേക്ഷിച്ചെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതിപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ദെൻ സെക്കൻഡ് ലെയറിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് റൂബി ഗ്രാസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 12 പോട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഈ ലെയറിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ടേർട്ടിൽ വൈനും ഈ പ്ലാന്റും അടുത്തടുത്ത് വെച്ചാൽ നല്ലൊരു കോംബോ ആണ് കേട്ടോ. ഗാർഡനെ ഹൈലൈറ്റ് ചെയ്യാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടില്ലേ, ഈ 2 പ്ലാന്റും കൂടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഗാർഡൻ കാണാൻ. റൂബി ഗ്രാസ് പ്ലാന്റും ടേർട്ടിൽ വൈനും വരുമ്പോൾ തന്നെ. അടുത്ത ലെയറിൽ നമ്മൾ വെച്ചിരിക്കുന്നത് മണി പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റ് ആണ് കേട്ടോ. വൈറ്റും ഗ്രീനും കൂടെ വരുന്ന ഈ ഒരു കോംബോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതൊക്കെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്തും കണ്ട് വേർട്ടിക്കൽ ഗാർഡനിൽ ഇങ്ങനെ സെറ്റായി വെക്കുന്നതാണ്. അപ്പോൾ നമ്മളെ 3 ലെയർ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് അടുത്ത ലെയറിൽ എന്താ വെച്ചതെന്ന് നോക്കാം. അടുത്ത ലെയറിൽ നമ്മൾ വെച്ചത് മണി പ്ലാന്റ് തന്നെയാണ്. പക്ഷേ നേരത്തെ വെച്ചതല്ല, മണി പ്ലാന്റിൻ്റെ ലൈറ്റ് ഗ്രീനിൽ വരുന്ന വേരിയൻ്റ് ആണ് കേട്ടോ വെച്ചത്. ഇത് നല്ല ഭംഗിയുള്ളൊരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 4 ലെയറാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. 4 ലെയറും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഗാർഡൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ 4 ലെയറും കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള നമ്മുടെ ഗാർഡൻ്റെ കണ്ടീഷൻ. ദെൻ നമുക്ക് 5th ലെയറിലോട്ട് പോവാം. അവിടെ നമ്മൾ വെച്ചത് വാണ്ടറിങ് ജ്യൂ പ്ലാന്റ് ആണ്. വാണ്ടറിങ് ജ്യൂ പ്ലാന്റും അതേപോലെ തന്നെ കുറച്ച് റയോ പ്ലാന്റും കൂടെ മിസ്സായിട്ടാട്ടോ വെച്ചത്. പിന്നെ അതിൻ്റെ അടുത്ത ലെയറിൽ നമ്മൾ പോത്തോസ് ആണ് കേട്ടോ വെച്ചത്. പോത്തോസിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. നേരത്തെ വെച്ച വൈറ്റും ഗ്രീനും തന്നെയല്ല, അത് കുറച്ചുകൂടെ ലീഫിന് ചേഞ്ച് ഉണ്ട് കേട്ടോ, കുറച്ചുകൂടെ റൗണ്ടായിട്ട് വരും. പിന്നെ അടുത്ത ലെയറിൽ നമ്മൾ റയോൻ്റെ 2 വെറൈറ്റിയും വെച്ചു. ഏറ്റവും താഴെയുള്ള ലെയറിൽ സ്പൈഡർ പ്ലാന്റ് അതും വെച്ചു കേട്ടോ. അത്രയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ് വെച്ചിട്ട് നമ്മുടെ മൊബൈൽ വെർട്ടിക്കൽ ഗാർഡൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. 5 വർഷം മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ വെർട്ടിക്കൽ ഗാർഡനോ ഈ മൊബൈൽ വെർട്ടിക്കൽ ഗാർഡനോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഏറ്റവും അപ്പർ പോർഷനിൽ നമ്മൾ റൂബി ഗ്രാസ് പ്ലാന്റ് മാറ്റിയിട്ട് വാണ്ടറിങ് ജ്യൂ ഒന്ന് വെച്ച് നോക്കി. അപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ 2 പ്ലാന്റിന് സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ഭംഗി തോന്നും. അതാണ് ഈ 2 പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏത് വെച്ചപ്പോഴാണ് മൊബൈൽ വെർട്ടിക്കൽ ഗാർഡൻ ഏറ്റവും ഭംഗിയായതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.
ചെയ്യാം.